സാറേ, എനിക്കൊരു കത്തുണ്ടായിരുന്നു. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ, ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അഞ്ചലോട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് അഞ്ചലോട്ടത്തിലൂടെ നാം പരിചയപ്പെടുന്നത് നിലവിൽപ്പുഴ മട്ടിലയം പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായി സേവനമനുഷ്ഠിക്കുന്ന ജോർജിനെയാണ്. വെള്ളമുണ്ട, അഞ്ചുകുന്ന് പ്രദേശങ്ങളിലും പോസ്റ്റ്മാനായി ജോലി ചെയ്ത വ്യക്തിയാണ് ജോർജ്. മഴയും വെയിലും വകവയ്ക്കാതെ അദ്ദേഹം നടത്തിയ യാത്രകൾക്ക് പറയാൻ ഒട്ടനവധി കഥകളുണ്ട്. ഡിജിറ്റൽ യുഗത്തിന്റെ വേഗതയിൽ നമ്മൾ കത്തുകളെ മറന്നുപോകുമ്പോഴും വിവിധ രൂപങ്ങളായി തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയാണ് മട്ടിലയം പോസ്റ്റ് ഓഫീസിലൂടെ ജോർജ്. മട്ടിലയത്തിന്റെ പ്രിയപ്പെട്ട പോസ്റ്റ്മാന്റെ വിശേഷങ്ങൾ കേൾക്കാം ഇന്നത്തെ അഞ്ചലോട്ടത്തിലൂടെ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റിലിയുടെ അഞ്ചലോട്ടം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ചേട്ടന്റെ പേര്, സ്ഥലം? എന്റെ പേര് ജോർജ്. താമസിക്കുന്നത് മാനന്തവാടിയാണ്. ജോലി ചെയ്യുന്നത് നിലവിൽപ്പുഴ മട്ടിലയം പോസ്റ്റ് ഓഫീസിലാണ്. എത്ര നാളായി ഈ ഒരു തപാൽ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 1992 സർവീസിൽ കയറിയതാണ്. ആഹാ. ഈ ഒരു മട്ടിലയം പോസ്റ്റ് ഓഫീസിൽ തന്നെയാണോ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നത്? അല്ല, ആദ്യം ഞാൻ വെള്ളമുണ്ട പോസ്റ്റ് ഓഫീസിൽ മെയിൽ കാരിയർ ആയിട്ടായിരുന്നു ഒരു 10-12 വർഷത്തോളം. അതിനുശേഷം പിന്നെ അത് മെക്കനൈസ് ചെയ്യാന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഈ ബസ് റൂട്ടുകളിലെല്ലാം ആളെ ഒഴിവാക്കിയിട്ട് ബസ്സിലാക്കും മെയില്. അങ്ങനെ പിന്നെ ആയി കഴിഞ്ഞപ്പോ ആ പോസ്റ്റ് കട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ മാനന്തവാടിന്റെ കീഴിൽ അഞ്ചുകുന്ന് പോസ്റ്റ് ഓഫീസിലാണ് ഒരു 6 വർഷം വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പൊ ഇവിടെ ഒരു 10-15 വർഷത്തോളായി മട്ടിലയത്ത് അല്ലേ? അപ്പൊ വീട് മാനന്തവാടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം വീടിനടുത്തല്ലാത്ത ഒരു ഏരിയ കിട്ടിയപ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആദ്യമൊക്കെ കണ്ടെത്താനും അഡ്രസ്സുകൾ കണ്ടെത്താനൊക്കെ? ഇല്ല, ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് വെള്ളമണ്ടയായിരുന്നു. വെള്ളമണ്ട തറവാടായിരുന്നു, അവിടെയായിരുന്നു. അപ്പൊ അവിടെ അടുത്ത് തന്നെയായിരുന്നു പോസ്റ്റ് ഓഫീസ്. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഞാൻ കാലക്രമേണ ഞാൻ കല്യാണം എല്ലാം കഴിഞ്ഞ് അങ്ങനെ കല്ലോടിയിലേക്ക് താമസം മാറി. അപ്പൊ ഞാൻ വെള്ളമുണ്ട പോയി വരായിരുന്നു. അങ്ങനെ കാലക്രമേണ ആ പോസ്റ്റ് അപ്പോഴ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇങ്ങോട്ട് അഞ്ചുകുന്നിലേക്ക് ആക്കിയത്. അപ്പൊ ഇവിടുന്ന് പോയി വരുമായിരുന്നു. പിന്നെ കുറച്ചും കൂടി അടുത്ത് മട്ടിലയം പോസ്റ്റ് ഓഫീസ് ആയത് കാരണം അന്ന് എനിക്ക് ഒരു 21 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അങ്ങ് എത്താൻ ഇവിടുന്ന് പോയിട്ട്. അപ്പൊ കുറച്ചും കൂടി അടുത്ത് ഇതായി കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫറിന് കൊടുത്ത് അങ്ങനെ ഇങ്ങോട്ട് മാറിയതാണ്. ഈ ഒരു ജോലി ആദ്യമായിട്ട് ജോലി തെരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഒരു ജോലി എന്ന നിലയിൽ എത്തിപ്പെട്ടതാണോ അതോ ഈ ഒരു മേഖലയോട് താല്പര്യം തോന്നി തെരഞ്ഞെടുത്തതായിരുന്നോ? അത് ഞാൻ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടുന്ന് പല ഇതിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ ഈ ഇതിന്റെ പേരിൽ ഇതിൽ വിളിച്ചായിരുന്നു. പിന്നെ ഇന്റർവ്യൂ നടത്തിയിട്ട് അങ്ങനെ സെലക്ഷൻ കിട്ടിയതാണ്. ഇപ്പൊ ഇഷ്ടമാണോ ഈ ഒരു ജോലി മേഖലയിൽ എത്തിപ്പെട്ടതിന് ശേഷം ഈ ഒരു തൊഴിലിനോട് ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആഹാ. അപ്പൊ ആദ്യത്തെ കാലത്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ? ഇങ്ങനെ ഒരുപാട് ദൂരത്തിലുള്ള സ്ഥലമാണ്, അവിടെ എത്തി അവിടെ കുറെ ഏരിയയിലേക്ക് കത്ത് ഈ സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കാനൊക്കെ സാധിക്കുമായിരുന്നോ? എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കാലം? ആദ്യകാലം എന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റ്മാൻ ആയിട്ട് ഞാൻ ആദ്യം അഞ്ചുകുന്നിലേക്കാണ് പോസ്റ്റിംഗ് കിട്ടിയത്. അന്ന് അവിടെ ഒരു പരിചയമില്ലാത്ത നാട്. അപ്പോൾ ഈ കുറെ ഉൾപ്രദേശങ്ങളും ട്രൈബൽ ഏരിയ ഒക്കെ ആയിട്ട് കുറെ ഉദ്ദേശമായിരുന്നു. എല്ലാവരെയും ഒന്ന് കണ്ടുപിടിക്കാനും അറിയപ്പെടാനും ഒക്കെ കുറെ താമസം എടുത്തു. ഒരു 2 വർഷത്തോളം ബുദ്ധിമുട്ടി. അതിനുശേഷമാണ് എല്ലാം ഒന്ന് പരിചയപ്പെട്ട് നോർമലായത്. അങ്ങനെ മേൽവിലാസം അറിയാത്ത കത്തുകളൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളോ ഓർമ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മേൽവിലാസം അറിയാത്തത് പരമാവധി ഞാൻ ആ പ്രദേശത്തുള്ളവരോടൊക്കെ എല്ലാം ചോദിച്ചിട്ട് കൃത്യമായിട്ട് അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ അറിയുവാണെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കും. അല്ലെ ഒരു വിവരവും കിട്ടാത്തവരുടെയൊക്കെ മരിച്ചുപോയവരുണ്ടാവും, സ്ഥലം മാറിപ്പോയവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെയൊക്കെ പിന്നെ അഡ്രസ്സ് ആള് സ്ഥലത്തില്ല എന്നും പറഞ്ഞ് മടക്കി വിടും. അപ്പൊ ഇത്രയും വർഷമായല്ലോ ഈ പോസ്റ്റൽ മേഖലയിൽ ജോലി ചെയ്യുന്നു. പോസ്റ്റ്മാനായിട്ട് ഇപ്പൊ 1, 2, 3 സ്ഥലത്തായി ജോലി ചെയ്യുന്നു. അപ്പൊ ഈ സർവീസിനിടയ്ക്ക് എപ്പോഴെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങളോ ഓർമ്മകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്തെന്ന് വെച്ചാൽ ഈ അഞ്ചുകുന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ഈ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ വയലിക്കിടെയൊക്കെ
പോണായിരുന്നു. വയലിൽ കടന്ന് ചെളിയിലൊക്കെ നടന്നു പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു പ്രാവശ്യം ചെളി കട നടന്നു പോയപ്പം കത്തെല്ലാം കൂടി പിന്നെ ബാഗോടും കൂടി ചെളിയിൽ വീണതും ഞാൻ വീണതും ഒക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ കത്തുകളൊക്കെ? കത്തുകൾ ബാഗോട് കൂടിയാ വീണ. ബാഗ് മൊത്തം ചെളിയായി. കത്തുകളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഉണക്കി കൊണ്ടു കൊടുത്ത് ഞാൻ വീണ എനിക്ക് എന്റെ മേത്ത് കുറെ ചെളിയെല്ലാം പറ്റി. വയല് നല്ല മഴയായിരുന്നു. വയലിൽ കൂടെ പോവാണ്ട് നിവൃത്തിയില്ല. അന്ന് ഈ ട്രൈബൽ പെൻഷനൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്തോണ്ടിരുന്നതായിരുന്നു എല്ലാവർക്കും. ഈ വിധവകൾക്കും മറ്റേ വർഷത്തൊഴിലാളി പെൻഷനും എല്ലാം അന്ന് വീടുകളിലൂടെ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അത് പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റില്ല. എന്ത് മഴയാണേലും വെയിലാണേലും നമ്മൾ കൊണ്ടു കൊടുത്തിരിക്കണം. അങ്ങനെ ഒരു ഇത് പറ്റിയത് മെയിനായിട്ടതേ ഉള്ളൂ. പിന്നെ മഴയായി ബന്ധപ്പെട്ട് അന്ന് ആ ഒരു ഓർമ്മയുണ്ട് അല്ലേ? അതെ അതെ. ഇപ്പൊ പണ്ട് കാലാണെങ്കിൽ ഈ മണി ഓർഡറുകളും ഡ്രാഫ്റ്റ്സുകളും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ ആളുകള്. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? വിദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന കത്തുകൾക്കായിട്ട് ചേട്ടനെ കാത്തു നിന്ന ഒരു ഓർമ്മ ഉണ്ടോ? കാത്തു നിന്ന ഓർമ്മയൊക്കെ ഉണ്ട്. കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. കാത്തു നിൽക്കുകയും ചെയ്യുന്ന നമ്മള് അത് ഈ ഉമ്മമാരൊക്കെ ഉണ്ടാവും. അവർക്ക് വായിക്കാനും ബുദ്ധിമുട്ടുള്ള അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു സന്തോഷമായിരുന്നു അല്ലേ അവരങ്ങനെ കാത്തു നിൽക്കുന്നത് ആ ഒരു സമയത്ത്? അവര് അത്ര ആകാംക്ഷയോടെയാണ് കാത്തു നിന്നിരുന്നത്. ഒരു കത്ത് വരുമെന്ന് പറഞ്ഞാൽ എത്രയോ മാസങ്ങൾ കൂടിയാണ് അവിടെയൊക്കെ എത്തിപ്പെടുന്നതും പിന്നെ അത് ഒരു കത്ത് മറുപടി വരുന്നതും ഒക്കെ. ഇങ്ങനെ ഈ മക്കളും ചെറിയ മക്കളും ഈ ഉമ്മയൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ അത് ചിലപ്പോൾ ഉമ്മയ്ക്ക് വായിക്കാൻ അറിയില്ലായിരിക്കും, മക്കൾ ചെറുതായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ട്. അന്നേരം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ട്. അതുപോലെ സമയത്തിന് കത്ത് എത്തിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓർമ്മകളോ അനുഭവങ്ങളോ ഈ മോശം കാലാവസ്ഥയൊക്കെ ആയതിനെ തുടർന്നോ അല്ലെങ്കിൽ അഡ്രസ്സ് മനസ്സിലാവാതെയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അഡ്രസ്സ് മനസ്സിലാവാത്തത് കുറച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതിലൂടെ അന്വേഷിക്കും. പരമാവധി അന്വേഷിച്ചിട്ട് ഒരു വിധത്തിലും പിന്നെ നമുക്ക് അവിടെ ഇല്ല എന്നുള്ള ഇതായി കഴിഞ്ഞാലേ തിരിച്ചയക്കുന്നുള്ളൂ. 2 ദിവസം 3 ദിവസമൊക്കെ ഞങ്ങൾ അന്വേഷിക്കും പരമാവധി. അപ്പൊ എല്ലാ ഏരിയയിലും എത്തിപ്പെട്ട് എല്ലായിടത്തും അന്വേഷിച്ച് പലരോടും അന്വേഷിച്ചിട്ടൊക്കെയാണ് തീരെ ഇതില്ല ആളില്ല എന്നുള്ള വ്യക്തമായതിനു ശേഷമാണ് മടക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു മേഖലയിൽ തന്നെ സ്ഥിരമായി ജോലി ചെയ്യാണ്. അപ്പൊ അന്നത്തെ കത്തുകളിൽ നിന്നും പിന്നെ വ്യത്യാസം വന്നിട്ടുണ്ടോ? രീതികളിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? കത്തുകളുടെ രീതികളില് കത്തുകളുടെ എണ്ണം കുറയുകയും പാഴ്സലുകൾ കൂടുകയും ചെയ്തു എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതാ ചോദിച്ചത്. അതെ അതെ. അന്നത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്ന് ഇല്ലന്റുകളൊക്കെ നമ്മളെല്ലാം ഈ കത്ത് മുഖാന്തരമാണ് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ 5 രൂപ കത്തിന് മുടക്കുന്ന സ്ഥാനത്ത് ഇപ്പൊ ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ മുടക്കിയാൽ അന്നേരം ഫോൺ ചെയ്ത് അന്നേരം തന്നെ റിപ്ലൈ കിട്ടുന്ന ഒരു കാലഘട്ടമായി. അതുകൊണ്ട് കത്തുകൾ വളരെ കുറഞ്ഞു. അതേസമയത്ത് പാർസലും രജിസ്റ്റേർഡുകളും ഒക്കെ പാർസലുകൾ വല്ലതുകൊണ്ട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഓൺലൈൻ പർച്ചേസ് ആണ് എല്ലാവരും. അപ്പൊ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി ഇഷ്ടംപോലെ കൊറിയർ വരുന്നതിന് പോട്ട് നമുക്കും വരുന്നുണ്ട് ഇഷ്ടംപോലെ. കത്തുകള് കുറവുണ്ട്. അതിനനുസരിച്ച് മാസികകള് പണ്ടത്തെക്കാളും കൂടുതലാണ് ഇപ്പൊ. അപ്പൊ ഈ കൊണ്ട് നടന്ന് കൊടുക്കുന്നതേ പണ്ടായിരുന്നോ ഇപ്പോഴായിരുന്നോ എളുപ്പം? ഇപ്പം എളുപ്പം. അന്നൊക്കെ നടന്നുള്ള യാത്രയായിരുന്നു. ഇപ്പം ബൈക്ക് ഉപയോഗിച്ചാണ് പോകുന്നത്. അല്ലാണ്ട് ഇന്ന് നടന്നൊന്നും എത്തിപ്പെടാനാവൂല. ഇത്രയും ദൂരം ഉണ്ട് ഇന്നൊക്കെ. ഒരു 35-40 കിലോമീറ്ററോളം റോട്ടേഷൻ ഉണ്ട് മൊത്തം പോയി വരുവാണെങ്കിൽ. അപ്പൊ നടന്ന് ഒരു ദിവസം കൊണ്ടൊന്നും എത്തല് നടക്കുകയില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒരു വഴിക്ക് അങ്ങ് പോയി ഒരു 10 കിലോമീറ്റർ അങ്ങ് പോയാൽ റിട്ടേൺ വന്ന് പിന്നെ വേറൊരു വഴിക്കായിരിക്കും. അങ്ങനെ 3-4 വഴി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും തീരെയല്ല നടന്നു പോയാല്. അത് ഇപ്പൊ ബൈക്കെല്ലാവർക്കും തന്നെ ബൈക്കുള്ള കാരണം ബൈക്കിന് പോവും. എന്നാലും ഒരു 3 മണി 4 മണിയൊക്കെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം തീർത്ത് വരും. ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളെ ഈ തപാൽ സേവനങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് പ്രയോജനപ്പെടുത്താറില്ല. കൂടുതലും അവര് ഈ ഫോണിലൂടെയുള്ള ഇതായ കാരണം അങ്ങനെ ഒരു അവർക്ക് ഇങ്ങനെ ഇതിനോടൊന്നും താല്പര്യമില്ല. ഒന്നാമത് എഴുതാൻ താല്പര്യമില്ല, വായിക്കാൻ താല്പര്യമില്ല. അവർക്ക് അന്നേരം മൊബൈലിലൂടെ മെസ്സേജുകളോ അല്ലെ അന്നേരം റിപ്ലൈയോ വിളിച്ച ഉടനെയുള്ള റിപ്ലൈ കിട്ടുക. അപ്പൊ അതന്നേരം അവർക്ക് അതാണ് ഏറ്റവും സൗകര്യം. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് വളരെ ചെറുപ്പക്കാര് ഇപ്പൊ പൊതുവെ ജനങ്ങളെല്ലാവരും താല്പര്യം കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കത്തുകൾ വളരെ കുറഞ്ഞത്. ആ സമയത്ത് പാർസലുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പാർസലുകൾ എല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്താൽ അന്നേരം കൈക്ക് കിട്ടും. 3-ാം ദിവസം ഇവിടെ എത്തും. അന്നേരം അവരുടെ വീട്ടിൽ കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളത്.
ഇപ്പൊ ഇത്രയും വർഷമായി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നു, സംതൃപ്തിയാണോ ഈ ജോലിയോട്? സംതൃപ്തിയാണ്, വളരെ സംതൃപ്തിയാണ്. പിന്നെ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഈ ഒരു തപാൽ മേഖലയിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രതിസന്ധികൾ എന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ശമ്പളമൊന്നും കിട്ടാറില്ല, ഒരു കുറവുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഓഫീസുകളിലുള്ള ജീവനക്കാരാണ്. നമുക്ക് പെൻഷനും കാര്യങ്ങളൊന്നുമില്ല. സർവീസ് 25 വയസ്സ് വരെ സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. പിരിയുമ്പോൾ 2 ലക്ഷം രൂപ എങ്ങാണ്ട് കിട്ടുകയാണ്. അതിന്റെ ഒരു ദുഃഖമുണ്ട്. ഇത്രയും വർഷം ഞങ്ങൾ എല്ലാവർക്കും പെൻഷനും കൊടുത്ത് എല്ലാവരുമായിട്ട് സഹകരിച്ച് നടന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു കഴിയുമ്പോൾ 65 വയസ്സ് പിരിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പൈസ ഇല്ല, പെൻഷൻ ഇല്ല. ആ ഒരു ദുഃഖമുണ്ട്. എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണത്. ജോലി ചെയ്യുന്നത് വളരെ സന്തോഷത്തിലാണ്, ചെയ്യാൻ ഇഷ്ടമുള്ള ജോലിയാണ്. പക്ഷേ റിട്ടയർമെന്റ് പ്രായമായി കഴിയുമ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളത് റിട്ടയർഡ് ആയിട്ടുള്ള പോസ്റ്റ്മാൻമാരൊക്കെ പറയുകയുണ്ടായി. അതെ അതെ അതെ. അപ്പൊ അതിനൊരു മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കോ ഇല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരു മാറ്റം വരണം എന്നാണ് ആഗ്രഹം. ചേട്ടന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ ഭാര്യ 3 മക്കളുമാണ് ഉള്ളത്. ഭാര്യ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ് മാനന്തവാടി തന്നെ. ഫാഷൻ ഡിസൈനിങ്, ടൈലറിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മോനാണ്, അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇളയ മകള് പിന്നെ നഴ്സിംഗിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. നിലവിലുള്ളിടത്തോളം പെൻഷൻ പറ്റുന്നിടം വരെ വലിയ സന്തോഷക്കുറവില്ലാണ്ട് പോകും. അത് കഴിഞ്ഞാൽ എന്താന്നുള്ള ഒരു ചോദ്യചിഹ്നം അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം റേഡിയോ മാറ്റ്ലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു മേഖലയെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പങ്കുവച്ചതില്. കർമ്മ മേഖലയിലുള്ള സമയം നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയട്ടെ. അതിനുശേഷവും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് അഞ്ചലൂട്ടത്തിലൂടെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തിയത് നിരവിൽപ്പുഴ മട്ടിലയം പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ജോർജിനെയാണ്. കാലം മാറിയാലും കത്തുകളുടെ രൂപം മാറിയാലും കത്തുകൾ എത്തിച്ചു തന്നിരുന്നവരെ നമ്മൾ എന്നും ഓർക്കും. ഇന്നത്തെ അഞ്ചലോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പ്രിയപ്പെട്ട പോസ്റ്റ്മാനുമായി അടുത്തയാഴ്ച വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി.